മാഷേ ആ പക്ഷേ ഞങ്ങൾ മനസ്സിലായോ? ഇല്ല. ഞങ്ങൾ 93 SSLC ബാച്ചിലെ പിള്ളേരാ. ഞാൻ മനോജ്, ഇത് സുരേഷ്. ഏതാ ഡിവിഷൻ? 10H. നിങ്ങളെ മനസ്സിലായോന്നോ? എങ്ങനെയാണോ മറക്കുക? അമ്മാരി അലമ്പും ഗുണ്ടായിസും കളിച്ചു നടന്ന ടീമല്ല നിങ്ങൾ. അത് വരെ 100% ഉണ്ടായ ആ സ്കൂള് അക്കൊല്ലം മുതൽ അതും നിങ്ങളില്ലാതെ. നിങ്ങളെ കൂടെ ഒരു ഐറ്റ് കുറഞ്ഞൊരു ചങ്ങായി ഉണ്ടായില്ലോ, ഓനവിടെ പോയി? നമ്മളെ നവീനല്ലേ മാഷേ? ആ നമ്മളെ വത്സനെ കൂട്ടാൻ വേണ്ടി പോയത്. ഇപ്പോൾ വരും. വത്സനെയോ? ഓനൊക്കെ കാണുമ്പോൾ കാണാൻ തോന്നുന്ന ഒരു കുട്ടിയാട്ടോ. അതാ വരുന്നുണ്ട്, വത്സ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ മാഷെ കാണാൻ വേണ്ടി വന്നല്ലോ. മാഷക്ക് സന്തോഷായടോ. ഇപ്പൊ എന്താ ചെയ്യണേ? ഞാൻ മിലിറ്ററിയില്ല മാഷേ. ഇല്ല. ഇട്ടിടോ. ഇപ്പം 2 വർഷമായിട്ട് ഒരു ബാങ്കിൽ ജോലി ചെയ്യാം. ഓഹോ. അയ്യോ, ഞാൻ ഡോക്ടറാ. ഡോക്ടറോ? ആ. നവീനെ, ഈ എന്താ ചെയ്യണേ? ഞാൻ അമേരിക്കയിലാണ് പക്ഷേ അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. SSLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥി, സ്കൂളിൻ്റെ അഭിമാനം വത്സൻ. ഇവരൊക്കെ വലിയ നിലയിലെത്തിയ സ്ഥിതിക്ക് അതിലും വലിയ നിലയിൽ ഈ എത്തിയിട്ടുണ്ടാവുമെന്ന് മാഷിക്ക് അറിയാം. എന്നാലും മാഷ് ചോദിക്കുകയാണ്, ഇപ്പം എന്താ ചെയ്യണേ? ഓ ആയിക്കോട്ടെ. എന്നെ പഠിപ്പിച്ചിട്ട് ഈ ഉന്നതിയിലെത്തിച്ച എൻ്റെ മാഷിക്ക് എൻ്റെ വക ഒരു പൊന്നാറ. മാഷേ, അവനിപ്പോൾ ലേശം മാനസികമായി തകരാറില്ല. ഞങ്ങളിങ്ങനെ ഒത്തുകൂടുമ്പോൾ അവനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കും. അങ്ങനെയെങ്കിലും പാവത്തിന് ഇത്തിരി ആശ്വാസം കിട്ടിക്കോട്ടെ. പഠിക്കാൻ മോശമായ നിങ്ങളൊക്കെ നല്ല സ്ഥിതിയിലായി. സ്കൂളിൻ്റെ അഭിമാനായ വത്സൻ ഈ അവസ്ഥയിലുമായി. കണക്കുകൂട്ടലൊക്കെ പിഴച്ചല്ലോ.